أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ, വിശ്വാസിനികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രമാണ്. ആ ജീവിതത്തിന്റെ ആദ്യഘട്ടം മുതൽ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവും ആ സമയത്തുണ്ടായ അത്ഭുതങ്ങളെ സംബന്ധിച്ചുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു വീഴുന്നത് അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിലാണ്. ആമിന മുഹമ്മദ് എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രസവിക്കുന്ന സമയത്ത് ആ വീട്ടിലുണ്ടായിരുന്നത് ഉമ്മു ഐമനാണ്. ഈ വിവരം അബ്ദുൽ മുത്തലിബിനെ അറിയിക്കുകയും കഅബയുടെ പരിപാലനത്തിൽ ഏർപ്പെട്ടിരുന്ന അബ്ദുൽ മുത്തലിബ് ഓടി വരികയും അങ്ങനെ ഈ കുട്ടിയെ എടുക്കുകയും എന്നിട്ട് കഅബാലയത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുഹമ്മദ് എന്ന പേര് അബ്ദുൽ മുത്തലിബ് വിളിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നു, മുഹമ്മദ് എന്ന പേര് അന്നത്തെ കാലഘട്ടത്തിൽ അറബികൾക്കിടയിൽ പരിചയമില്ലാത്ത ഒരു പേരായിരുന്നു. സ്വാഭാവികമായും അറബികളിലെ ഉന്നത ഗോത്രമായ ഖുറൈശികളിലെ ആ ഖുറൈശികളിൽപ്പെട്ട ഒരു കുട്ടി പിറന്നപ്പോൾ, ഖുറൈശികളിൽ ഒരു കുട്ടി പിറന്ന സമയത്ത് എന്തുകൊണ്ടാണ് നല്ല പരിചയമുള്ള ഒരു പേരവർ നൽകാതിരുന്നത്? ആരും അങ്ങനെയൊന്നും കേട്ടുകേൾവിയില്ലാത്ത, അത്രയ്ക്ക് പരിചയമില്ലാത്ത ഒരു പേരെന്തുകൊണ്ടാണ് അവർ നൽകിയത് എന്ന ചോദ്യം അവിടെ സ്വാഭാവികമായും വരുന്നുണ്ട്. ആ സമയത്ത് അബ്ദുൽ മുത്തലിബിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അബ്ദുൽ മുത്തലിബ് നമ്മുടെ ഈ നാട്ടിലോ നമ്മുടെ കുടുംബത്തിലോ പരിചയമില്ലാത്ത ഒരു പേരെന്തിനാണ് താങ്കൾ നൽകിയത് എന്ന് ചോദിക്കുമ്പോ അബ്ദുൽ മുത്തലിബ് അതിന് നൽകിയ മറുപടി ഇങ്ങനെയാണ്: ഞാൻ മുഹമ്മദ് എന്ന പേര് വിളിക്കാനുള്ള കാരണം, മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം.
ഞാൻ അങ്ങനെ ഒരു പേര് വിളിക്കാനുള്ള കാരണം ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരും പുകഴ്ത്തുന്നവനായി കുട്ടി മാറട്ടെ എന്ന ആഗ്രഹത്തിലാണ് ഞാൻ ഈ പേര് വിളിച്ചത് എന്ന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞതായി ചരിത്രത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ വിശദീകരിക്കുന്നിടത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ മുഹമ്മദ് എന്ന പേര് സല്ലല്ലാഹു അലൈഹി വസല്ലം, യഥാർത്ഥത്തിൽ മുഹമ്മദ് നബിയുടെ പേരുകൾ എന്നുള്ള രൂപത്തിൽ തന്നെ ഹദീസുകൾ വിവിധ പേരുകളുണ്ട്. നമുക്കൊക്കെ പരിചയമുള്ള ഹദീസുകളിലും അതേപോലെ തന്നെ ഖുർആനിലുമൊക്കെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും ചരിത്രത്തിലുമൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ വായിച്ചിട്ടുള്ള, വിശുദ്ധ ഖുർആനിൽ ചില സ്ഥലത്ത് പരാമർശിച്ചിട്ടുള്ള നമുക്ക് പരിചയമുള്ള ഒരു പേര് മുഹമ്മദ് എന്നതാണ്. എന്നാൽ അതിനു പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേറെയും പേരുകളുണ്ട് എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലീ ഖംസത്തു അസ്മാഇൻ, എനിക്ക് 5 പേരുകളുണ്ട്. ഒന്നാമത്തെ പേര് അന മുഹമ്മദ്, ഞാൻ മുഹമ്മദാണ്. വ അഹ്മദ്, ഞാൻ അഹ്മദാണ്. വ അനൽ മാഹി അല്ലദീ യംഹുല്ലാഹു ഫിൽ കുഫർ, ഞാൻ മാഹിയാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് മാഹി എന്ന ഒരു പേരുണ്ട്. എന്നെ കൊണ്ട് അല്ലാഹു കുഫർ അഥവാ മതനിഷേധം തുടച്ചു നീക്കും. വ അനൽ ഹാശിർ, എനിക്ക് ഹാശിർ എന്നൊരു പേര് കൂടിയുണ്ട്. എന്താണ് ഹാശിർ? അല്ലദീ യുഹ്ശറുൻ നാസു അലാ ഖദമി, നാളെ പരലോകത്ത് എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുക എന്റെ പുറകിലാണ് എന്ന്. വ അനൽ ആഖിബ്, ഞാൻ ആഖിബുമാണ് എന്ന്. ഇങ്ങനെ 5 പേരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ കഴിയും. മറ്റൊരു ഹദീസിൽ ഇങ്ങനെയാണ് അബൂ മുസ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നത്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് പറയാണ്, യുസമ്മി ലനാ നഫ്സഹു അസ്മാ ഫഖാല അന മുഹമ്മദ് വ അഹ്മദ് വൽ മുഖഫി വൽ ഹാശിർ വ നബിയ്യു തൗബ വ നബിയ്യു റഹ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാണ്. എന്താണ് അബൂ മുസ അശ്അരി റളിയല്ലാഹു അൻഹു പറയാണ്, യുസമ്മി ലനാ നഫ്സഹു അസ്മാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേരുകൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, അന മുഹമ്മദ്, അഹ്മദ്, മുഖഫി, ഹാശിർ, നബിയ്യു തൗബ, നബിയ്യു റഹ്മ. തൗബ എന്ന പേരുണ്ട്, റഹ്മ എന്ന പേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട് എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തതായി നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇങ്ങനെ ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കുറച്ചുകൂടെ ഈ ഓരോ പേരുകളെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഈ പേരുകൾ എന്നത് കേവലം എങ്ങനെയെങ്കിലും ലഭിച്ചതല്ല, വെറുതെ കിട്ടിയതല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തികച്ചും അർഹമായ പേരുകളാണ്, തികച്ചും യോജിച്ച പേരുകളാണ്. നമ്മളൊക്കെ സാധാരണ മക്കൾക്ക് പേരിടുന്നത് പോലെ 1-2 പേരുകളൊക്കെ ഇടാറുണ്ട്. എന്നാൽ അത് നമുക്കിഷ്ടപ്പെട്ടതും അല്ലെങ്കിൽ നമ്മുടെ പേരിനോടൊക്കെ യോജിച്ചു വരുന്നതുമായ പേര് എന്നുള്ള നിലക്കാണ്. എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ പേരുകൾ നൽകപ്പെട്ടിട്ടുള്ളതൊന്നും ഏതെങ്കിലും ഇഷ്ടം കൊണ്ടോ അതല്ലെങ്കിൽ യോജിച്ചു വരുന്നത് കൊണ്ടോ അല്ല, മറിച്ച് ഇതിന്റെ പിന്നിലൊക്കെ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് പരിചയമുള്ള ഒരു പേരാണ് മുഹമ്മദ് എന്നത്. സ്തുതിക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. എല്ലാവർക്കും പരിചയമുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിലും പിന്നെ ചരിത്ര ഗ്രന്ഥങ്ങളിലുമൊക്കെ ധാരാളമായി പരാമർശിച്ചിട്ടുള്ള ഒരു പേരാണ് മുഹമ്മദ് എന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം സ്തുതിക്കപ്പെട്ടവൻ എന്നത് വെറുതെ പറയുന്ന ഒരു പേരല്ല, തികച്ചും അർഹമായ പേരാണ്. ലോകത്തേറ്റവും കൂടുതൽ പേര് പരാമർശിക്കപ്പെടുന്നത് ഒരു ദിവസം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണ്. ഒരു പള്ളിയിലും ഒരു പള്ളിയുടെ മിനാരത്തിലും അള്ളാഹുവിന്റെ പേര് പറയാത്ത ഒരു ദിവസമില്ല. 5 നേരത്തെ ബാങ്കിൽ മുഹമ്മദ് നബിയുടെ പേരുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. 5 നേരത്തെ നമസ്കാരത്തിന്റെ സ്വലാത്തിലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരുണ്ട്, ഇഖാമത്തിലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരുണ്ട്. അങ്ങനെ ഏതേത് സമയത്തും ഒരിക്കലും നിലക്കാത്ത ശബ്ദമായി ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി പല ദിക്കുകളിലായി
അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് മുഹമ്മദ് എന്ന പേര് ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. എല്ലാ നാട്ടിലും എല്ലാ പ്രദേശത്തും ഒരു നേരത്തല്ലെങ്കിൽ മറ്റൊരു നേരത്തായി. ഇപ്പൊ നമുക്കറിയാം അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ പേരാണ് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണ്, മുഹമ്മദ് എന്ന പേരാണ് അതിലൂടെ നമ്മൾ പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഈ മസ്കത്തിൽ തന്നെ അല്ലെങ്കിൽ ഒമാനിൽ തന്നെ വിവിധ ഭാഗങ്ങളിൽ ബാങ്കിന്റെ സമയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പല സമയങ്ങളിലാണ്, മിനിറ്റുകൾ വ്യത്യാസമുണ്ടാകും, സെക്കൻഡുകളൊക്കെ വ്യത്യാസത്തിലായിരിക്കാം പല പള്ളികളിലും ബാങ്ക് കൊടുക്കുന്നത്, മിനിറ്റുകൾ വ്യത്യാസമുണ്ടാകും. ഇനിയോ മറ്റു പല രാജ്യങ്ങളിലും 1 മണിക്കൂറും 1.5 മണിക്കൂറും വ്യത്യാസമുള്ളതുണ്ട്. ഇവിടെ പകലാണെങ്കിൽ രാത്രിയായ, ഇവിടെ രാവിലെയാണെങ്കിൽ വൈകുന്നേരമായ, ഇവിടെ ഉച്ചയാണെങ്കിൽ ആ രൂപത്തിൽ മിഡ്നൈറ്റ് ആയ സമയങ്ങളൊക്കെ ആ രൂപത്തിൽ പല പ്രദേശങ്ങളും പല രാജ്യങ്ങളുമുണ്ട്. എന്നാൽ ഇവിടെയൊക്കെയും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ആ ബാങ്കിലൂടെ നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അഥവാ ഈ ദുനിയാവിൽ, ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേര് വാഴ്ത്തപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. സ്തുതിക്കപ്പെട്ടവൻ എന്ന പേര് വെറുതെ പറയുന്നതല്ല. ഇനി നോക്കൂ നിങ്ങൾ, പരലോകത്തോ ആ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം തികച്ചും അർഹമായ പേരാണ്. സൂറത്ത് ഇസ്രായിലെ 79-ാമത്തെ വാചകത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അസാ അയ്യബഅസക റബ്ബുക മഖാമൻ മഹ്മൂദാ, നിന്റെ രക്ഷിതാവ് ഏറ്റവും സ്തുത്യർഹമായ ഒരു പദവിയിൽ നിന്നെ നിയോഗിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇനിയും നോക്കൂ നിങ്ങൾ, ബാങ്കിനു ശേഷമുള്ള ദുആ, ബാങ്ക് കേട്ടാൽ ബാങ്കിന് ശേഷം ദുആ ചെയ്യണം. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ ആത്തി മുഹമ്മദനിൽ വസീലത വൽ ഫളീല. കണ്ടോ, അവിടെ മുഹമ്മദ് നബിയുടെ പേരാണ്. ഇനി തീർന്നില്ല, വബഅസുഹു മഖാമൻ മഹ്മൂദനില്ലദീ വഅത്ത. ഓരോ മുസ്ലിമും ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, വബഅസുഹു മഖാമൻ മഹ്മൂദനില്ലദീ വഅത്ത. അല്ലാഹുവേ, നീ വാഗ്ദത്തം ചെയ്തിട്ടുള്ള ആ മഹത്തായ സ്ഥാനത്ത് മുഹമ്മദ് നബിയെ നീ ഉയർത്തേണമേ എന്ന് ഓരോ മുസ്ലിമും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് പേരുകൾ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് എന്ന പേര് ആ പേരിന് യോജിച്ച വ്യക്തിയും വ്യക്തിക്ക് യോജിച്ച പേരുമായി മാറി മുഹമ്മദ് എന്നത്. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, മുഹമ്മദ് എന്ന പേര് നൽകാൻ അള്ളാഹുവാണ് അബ്ദുൽ മുത്തലിബിനെ തോന്നിപ്പിച്ചത്. കാരണം സ്തുത്യർഹമായ അനേകം വിശേഷണങ്ങളുടെ ഉടമയായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പേരും പ്രവർത്തനവും ഒന്നിച്ചു ചേർന്നു. ആ നാമവും അതിന് പിന്നിലെ രൂപവും യോജിപ്പുള്ളതായിരുന്നു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപത്തെക്കുറിച്ച്, അവിടുത്തെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ ഹദീസിൽ വന്ന് നമ്മൾ വായിക്കുമ്പോൾ തികച്ചും മുഹമ്മദ് എന്ന പേര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യോജിച്ച ഒന്ന് തന്നെയായിരുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ 4 സ്ഥലങ്ങളിലാണ് മുഹമ്മദ് എന്ന പേര് പരാമർശിച്ചിട്ടുള്ളത്. ഓരോ ആയത്തും ഞാൻ ഓതി വിശദീകരിക്കുന്നില്ല. ഈ പറഞ്ഞ സൂറത്തു ആലി ഇംറാനിലെ 144-ലും സൂറത്തു അഹ്സാബിലെ 40-ലും സൂറത്തു മുഹമ്മദിലെ 2-ാമത്തെ ആയത്തും സൂറത്തു ഫതഹിലെ 29-ാമത്തെ ആയത്തിലും മുഹമ്മദ് എന്ന പേര് പരാമർശിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന പേര് സ്തുതിക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിൽ നമ്മൾ വായിക്കുകയാണ്. ഇനി നോക്കൂ നിങ്ങൾ, 2-ാമത്തെ ഒരു പേരാണ് അഹ്മദ് എന്നത്. ഏറ്റവും സ്തുതി പറയുന്നവൻ എന്നാണ് അഹ്മദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥവും. ഏറ്റവും കൂടുതൽ ഹംദ് പറയുന്നവനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രവുമല്ല, മഹാനായ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അന്തിമ പ്രവാചകനെ കുറിച്ച് സന്തോഷ വർത്തമാനം അറിയിച്ചിടത്തും അവിടെ പറഞ്ഞ പേര് അഹ്മദ് എന്നാണ്. മുൻകാല വേദഗ്രന്ഥങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. തൗറാത്തിലുണ്ട്, ഇഞ്ചീലിലുണ്ട്, അതേപോലെയുള്ള മുൻകഴിഞ്ഞു പോയ ഏടുകളിലുണ്ട്. പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങളിലൊക്കെയും മുഹമ്മദ് നബിയെ കുറിച്ച് അഥവാ അന്ത്യപ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ട്, പരാമർശിക്കുന്നുണ്ട്, പരിചയപ്പെടുത്തുന്നുണ്ട്. അവിടെയൊക്കെയും പേര് പറഞ്ഞിട്ടുള്ളത് അഹ്മദ് എന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, മദീനയിൽ വെച്ച് ഒരു യഹൂദനായ പണ്ഡിതൻ വിളിച്ചു പറയുന്നുണ്ട്. മദീനയിൽ വെച്ച് ഒരു യഹൂദനായ പണ്ഡിതൻ വിളിച്ചു പറയുകയാണ്,
അഹ്മദ് അല്ലദീ ഉലിദ ബിഹി എന്ന് ആ പണ്ഡിതൻ വിളിച്ചു പറയുകയാണ്. മദീനത്തെ ഒരു കുന്നിന്റെ മേലെ കയറി നിന്നുകൊണ്ട് ആ പണ്ഡിതൻ പറയുന്നു, ഇന്ന് രാത്രി ജനിച്ച അഹ്മദിന്റെ നക്ഷത്രം ഇതാ ഉദിച്ചിരിക്കുന്നു എന്ന് മക്കയിൽ ജനിച്ച മുഹമ്മദ് നബിയെ കുറിച്ച് മദീനയിലുള്ള ഒരു ജൂത പണ്ഡിതൻ പറഞ്ഞതായി മഹാന്മാരായ സ്വഹാബത്ത് രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. മാത്രവുമല്ല, ലിവാ ഉൽ ഹംദ്, ഹംദ് എന്നതാണല്ലോ, അഹ്മദ് എന്നത് ഹംദിൽ നിന്നാണ്. ലിവാ ഉൽ ഹംദ് എന്ന് പറഞ്ഞാൽ പരലോകത്ത് നൽകപ്പെടുന്ന, പരലോകത്തുള്ള ഒരു പതാകയാണ് ലിവാ ഉൽ ഹംദ്. അതിനുശേഷം വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തെ പേരാണ് അഹ്മദ് എന്നുള്ളത്. മൂന്നാമത്തെ പേരാണ് മാഹി. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മറ്റൊരു പേരാണ്, മൂന്നാമത്തെ പേരാണ് മാഹി എന്നത്. എന്താണ് മാഹി എന്ന് പറഞ്ഞാൽ? തുടച്ചു നീക്കുന്നവൻ എന്നാണ് അർത്ഥം. മഹാ യംഹ യംഹു എന്നൊക്കെ പറഞ്ഞാൽ തുടച്ചു നീക്കുന്നു എന്നാണ് അർത്ഥം. മാഹി എന്ന് പറഞ്ഞാൽ തുടച്ചു നീക്കുന്നവൻ എന്നാണ്. എന്താണ് അതിന്റെ ഉദ്ദേശം? അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെ പറഞ്ഞു, വഅനൽ മാഹി അല്ലദീ വഅനൽ മാഹി അല്ലദീ യംഹുല്ലാഹു ബിൽ കുഫർ. ഞാൻ മാഹിയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നെ കൊണ്ട് കുഫർ തുടച്ചു നീക്കുന്നു, നിഷേധത്തെ തുടച്ചു നീക്കുന്നു എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. ഇതിന്റെ ഉദ്ദേശം ബഹുദൈവാരാധനയും കുഫറും അന്ധവിശ്വാസങ്ങളും ഒക്കെ തുടച്ചു നീക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് അതിന്റെ അർത്ഥം. നാലാമത്തെ പേര് ഹാഷിർ എന്നാണ്. ഹാഷിർ എന്നത് മുഹമ്മദ് നബിയുടെ മറ്റൊരു പേരാണ്. വഅനൽ ഹാഷിർ, ഞാൻ ഹാഷിറാണ്. അല്ലദീ യുഹ്ശറുന്നാസു അലാ ഖദമീ, ജനങ്ങളെല്ലാം എന്റെ പുറകിലായിരിക്കും നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുക. എല്ലാവരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറകിലായിരിക്കും ഒരുമിച്ച് കൂട്ടപ്പെടുക എന്നതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ലിവാ ഉൽ ഹംദിനെ കുറിച്ച്. പരലോകത്തുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെടുന്ന പ്രത്യേകമായ ഒരു പതാകയുടെ പേരാണ് ലിവാ ഉൽ ഹംദ് എന്നത്. ലിവാ ഉൽ ഹംദ് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെടുന്ന ഒരു പതാകയാണ്. ആ പതാക ഉയർത്തിപ്പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിൽക്കുമ്പോ അതിന്റെ പുറകിലായിരിക്കും അവിടെയുള്ള മുഴുവൻ ജനങ്ങളും പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുക എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. ഒരു ഹദീസിലാണ് അള്ളാഹുവിന്റെ റസൂൽ ആ കാര്യം പറയുന്നുണ്ട്. അന സയ്യിദു വലദി ആദമ യൗമൽ ഖിയാമത്തി വലാ ഫഖർ. ഖിയാമത്ത് ദിനത്തിൽ ഞാൻ മനുഷ്യരുടെ നേതാവായിരിക്കും. വലാ ഫഖർ, ഇത് കേൾക്കുമ്പോൾ ഞാൻ അഹങ്കാരം പറഞ്ഞു എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. റസൂലുള്ളാഹി പറയാ, ഞാൻ ഖിയാമത്ത് നാളിൽ അന സയ്യിദു വലദി ആദം, ജനങ്ങളുടെ നേതാവ് ഞാനായിരിക്കും. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. വലാ ഫഖർ, ഞാൻ ഫഖർ പറയുകയല്ല. വബിയദി ലിവാഉൽ ഹംദി വലാ ഫഖർ, എന്റെ കയ്യിലായിരിക്കും ലിവാഉൽ ഹംദ്, ലിവാഉൽ ഹംദ് എന്റെ കയ്യിലായിരിക്കും. വലാ ഫഖർ, ഞാൻ ഫഖർ പറയുന്നതല്ല. വമാ മിൻ നബി യൗമഇദിൻ ആദം ഫമൻ സിവാഹു ഇല്ലാ തഹ്ത ലിവാഇ. ആദൻ നബി മുതലുള്ള മുഴുവൻ ജനങ്ങളും മുഴുവൻ പ്രവാചകന്മാരും എന്റെ പതാകക്ക് കീഴിലായിരിക്കും. വഅന അവ്വലു മൻ തൻശഖു അൻഹുൽ അർളു വലാ ഫഖർ, ആദ്യമായി ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് ഖബറിൽ നിന്ന് വരുന്നതും ഞാനായിരിക്കും. ആദ്യമായി ഭൂമിയിൽ നിന്ന് അഥവാ ഖബറിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നത് ഞാനായിരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അഞ്ചാമത്തെ പേര് ആഖിബ് എന്നാണ്. റസൂലുള്ളാഹിന്റെ മറ്റൊരു പേരാണ് ആഖിബ്. പരിസമാപ്തി, അന്ത്യം, അവസാനം എന്ന അർത്ഥത്തിലാണ് ആഖിബ് എന്ന് പറഞ്ഞാൽ. എന്താണ് അതിന്റെ ഉദ്ദേശം? അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയൊരു പ്രവാചകൻ വരാനില്ല എന്നാണ്. വഅനൽ ആഖിബ് അല്ലദീ ലൈസ ബഅദഹു നബിയ്യുൻ, എനിക്ക് ശേഷം മറ്റൊരു പ്രവാചകൻ വരാനില്ല. ആ അർത്ഥത്തിലാണ് ആഖിബ് എന്ന് പറഞ്ഞത്. ആറാമത്തെ പേരാണ് മുഖഫി, പാത പിന്തുടരുന്നവൻ എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ മുൻകഴിഞ്ഞുപോയ പ്രവാചകന്മാർ ഏതൊരു സന്ദേശമാണോ ലോകത്തോട് പറഞ്ഞത്, ജനങ്ങളോട് പറഞ്ഞത്, അത് തന്നെയാണ് മുഹമ്മദ് നബിക്കും പറയാനുള്ളത്. പുതിയതായിട്ടൊന്നും പറയാനില്ല. അള്ളാഹുവിന്റെ പ്രവാചകനായ റസൂലായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം തുടങ്ങി കടന്നു വന്നിട്ടുള്ള ഓരോ പ്രവാചകന്മാരും എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും പറയാനുള്ളത്. ഏഴാമത്തെ പേരാണ് നബിയു തൗബ. തൗബ എന്നാൽ പാപങ്ങളിൽ നിന്നുള്ള പശ്ചാത്താപം എന്ന അർത്ഥത്തിലാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ പ്രവാചകന്മാരും ലോകത്ത് വന്ന്
പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം പരലോകമുണ്ടെന്നും ആ പരലോകത്ത് വിജയിക്കണമെങ്കിൽ മനുഷ്യരിൽ സംഭവിക്കുന്ന അബദ്ധങ്ങളെ ഇവിടെ വെച്ച് തന്നെ കഴുകി ശുദ്ധിയാക്കണമെന്നും അതിന്റെ പേരാണ് തൗബ. ആ തൗബ പഠിപ്പിച്ച പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എട്ടാമത്തെ പേരാണ് നബിയുർ റഹ്മ, കാരുണ്യത്തിന്റെ നബിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകനാണ് ഈ ഉമ്മത്തിന്റെ സമ്മാനം. ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ കാരുണ്യം ഏതെന്ന് ചോദിച്ചാൽ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തിന് കാരുണ്യമായിട്ടല്ലാതെ മുഹമ്മദ് നബിയെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അപ്പൊ എട്ടാമത്തെ പേരാണ് നബിയുർ റഹ്മ. ഒൻപതാമത്തെ പേരാണ് നബിയുൽ മൽഹമ, യുദ്ധം നയിച്ച നേതാവ്, യുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകിയവൻ എന്ന അർത്ഥത്തിൽ നബിയുൽ മൽഹമ എന്നും നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ധാരാളം യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ആ യുദ്ധങ്ങൾക്കൊക്കെയും നേതൃത്വം നൽകിയത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മാത്രവുമല്ല, ഇതിന്റെ വിശദീകരണത്തിൽ, മൽഹമ എന്നതിന്റെ വിശദീകരണത്തിൽ ചില പണ്ഡിതന്മാർ പറയുന്നു അത് ശാരീരികമായ ഒരു യുദ്ധത്തെക്കുറിച്ച് മാത്രമല്ല, മറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ കുഫറിനെതിരെ, അനീതിക്കെതിരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോരാടിയിട്ടുണ്ട്. ആ പോരാട്ടത്തെയാണ് യുദ്ധമെന്നിവിടെ വിശേഷിപ്പിക്കുന്നതും പരിചയപ്പെടുത്തുന്നതും. ആ രൂപത്തിലും നബിയുൽ മൽഹമ എന്നുള്ള രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്ന് പണ്ഡിതന്മാർ പറയുകയാണ്. ഇങ്ങനെ 9ഓളം പേരുകൾ നമുക്ക് കാണാൻ കഴിയും. ഇതല്ലാത്ത വിശുദ്ധ ഖുർആൻ പരാമർശിച്ച മറ്റു ചില പേരുകളൊക്കെ, പദങ്ങളുമൊക്കെ നബിയുടെ പേരുകളാണെന്ന് മുഫസ്സിറുകൾ അവരുടെ അഭിപ്രായങ്ങളായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് സൂറത്ത് ത്വാഹ, ത്വാഹ എന്ന് പറഞ്ഞാൽ അത് പ്രവാചകന്റെ മറ്റൊരു പേരാണ് ത്വാഹ എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. യാസീൻ എന്നത് പ്രവാചകന്റെ മറ്റൊരു പേരാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അതൊക്കെ മുഫസ്സിറുകളുടെ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. അതോടൊപ്പം നാട്ടുകാരൊക്കെയും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിരുന്ന മറ്റൊരു പേരാണ്, ഒരു വെളിപ്പേരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിരുന്ന ഒന്നാണ് അബുൽ ഖാസിം എന്നത്. ഖാസിം എന്നൊരു മോനുണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അപ്പൊ ഖാസിമിന്റെ പിതാവ് എന്ന അർത്ഥത്തിലുള്ള അബുൽ ഖാസിം എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചതായി ഹദീസിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിറന്നു വീണു, പ്രവാചകന് പേരിട്ടു. ഇനിയുള്ളത് പ്രവാചകന്റെ മുലകുടി പ്രായമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുലയൂട്ടിയവർ 3 പേരാണ് എന്നതാണ്. ഒന്ന് ഉമ്മയായ ആമിനയാണ്. ഏതാനും ദിവസങ്ങളോ ആഴ്ചകളോ മാത്രമാണ് ഉമ്മയായ ആമിന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുലയൂട്ടിയിട്ടുള്ളത്. രണ്ടാമത്തേത് സുവൈബത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. ഇവരും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ചെറിയ കാലം മാത്രമേ ഇവരും മുലയൂട്ടിയിട്ടുള്ളൂ, 2 ആഴ്ചയെന്നും അതല്ല 1 മാസക്കാലമാണെന്നും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും കൂടുതൽ മുലയൂട്ടാനുള്ള, മുലപ്പാല് കൊടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്ന മഹദിക്കാണ്. ഹലീമ എന്ന് പറയുന്ന നമുക്ക് സാധാരണ കേട്ട് പരിചയിച്ചൊരു കാര്യമാണ്. പ്രവാചകനെ മുലയൂട്ടിയത് ആരെന്ന ചോദ്യത്തിന്റെ ഉത്തരം അപ്പോഴേക്കും നമ്മൾ പറയാറുണ്ട് ഹലീമയാണ്. റളിയല്ലാഹു അൻഹു, അൻഹ, റളിയല്ലാഹു അൻഹ. ഹലീമത്തു സഅദിയ എന്നാണ്, സഅദിയ ഗോത്രത്തിൽപ്പെട്ട ഹലീമ എന്നാണ് ഹലീമത്തു സഅദിയ എന്ന് പറഞ്ഞാൽ അർത്ഥം. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിപൂർണമായും മുലപ്പാല് കൊടുക്കാനുള്ള ഒരു വലിയ സൗഭാഗ്യം ലഭിച്ച മഹദിയാണ് ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ. നമ്മൾ മനസ്സിലാക്കണം, ആ ഒരു കാലഘട്ടത്തിൽ മക്കയിൽ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഗ്രാമങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ, മക്കയുടെ പട്ടണത്തിലെ പിറന്നു വീണ കുട്ടികൾക്ക് ഗ്രാമങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ മുലപ്പാൽ നൽകുക എന്നത് അന്നത്തെ ഒരു സമ്പ്രദായമായിരുന്നു എന്നതാണ്. അതിന്റെ കാരണങ്ങളായി ഒരുപാട് കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിലൊന്ന് ഭാഷാശുദ്ധി ഉണ്ടാവാൻ എന്നതാണ്. അതിനെ ശരിയല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ ഉണ്ട് കേട്ടോ. കാരണം മക്കയുടെ ആ പട്ടണത്തിലാണ് ഏറ്റവും നല്ല ഭാഷാശുദ്ധിയോടുകൂടി സംസാരിക്കുന്നവർ എന്ന് വിശദീകരിച്ചവരുമുണ്ട്. പക്ഷേ ഈ മുലപ്പാല് കൊടുക്കാൻ എന്തുകൊണ്ടാണ് ഗ്രാമത്തിലേക്ക് പറഞ്ഞയക്കുന്നത് എന്ന് പറയുന്നിടത്ത് അധിക പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്
ഒന്ന് നല്ല ഭാഷാശുദ്ധി ഉണ്ടാവാൻ എന്നതാണ്. കാരണം മക്ക എന്ന് പറഞ്ഞാൽ കഅബ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണല്ലോ. ആ ടൗണിലേക്ക്, പട്ടണത്തിലേക്ക് വിവിധ നാട്ടിൽ നിന്ന് ആളുകൾ വരും. അപ്പൊ സ്വാഭാവികമായും അവരുടെ ഭാഷ പല ഭാഷകളുമായി അവിടെ കൂടിക്കലരും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറബിയല്ലാത്ത മറ്റു ഭാഷകളൊക്കെ പഠിക്കേണ്ടി വരും എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ കുട്ടികൾക്ക് അറബിയോട് താല്പര്യം കുറഞ്ഞേക്കുമോ എന്ന ഭയത്താൽ ഗ്രാമങ്ങളിലേക്ക് കുട്ടികളെ മുലപ്പാല് കൊടുക്കാൻ വേണ്ടി പറഞ്ഞയക്കുക. ആ ചെറുപ്രായം ഗ്രാമങ്ങളിൽ അവർ വളരട്ടെ എന്നത് അന്നത്തെ ഒരു രീതിയായിരുന്നു. മറ്റൊന്ന്, ഏറ്റവും നല്ലൊരു സംസ്കാരവും ഏറ്റവും നല്ലൊരു ജീവിത രീതിയും പഠിക്കുക എന്ന അർത്ഥത്തിലായിരുന്നു. കാരണം മക്ക എന്ന് പറഞ്ഞാൽ ടൗണാണ്, പട്ടണമാണ്. ഒരുപാട് ആളുകൾ അങ്ങോട്ട് കടന്നു വരും. അവിടെ പല സംസ്കാരങ്ങളും ഉണ്ടാകും, പല പെരുമാറ്റങ്ങളും ഉണ്ടാകും. ഇതൊക്കെ ഒരു പക്ഷേ ഇവിടെ വളരുന്ന കുട്ടികളിലും ഒരു പക്ഷേ കണ്ടുവന്നേക്കാം. അതുകൊണ്ട് അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഗ്രാമങ്ങളിലേക്ക് അവർ പറഞ്ഞയക്കുന്നത്. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഗ്രാമത്തിലേക്ക് കുട്ടികളെ കൊണ്ടുപോകും. അവിടെ മുലപ്പാല് കൊടുത്ത് ആ ഒരു 2 വയസ്സ് വരെയുള്ള സമയം അവർ വളർത്തും. അതിനുശേഷം ഈ ഉമ്മക്ക് അവർ തിരിച്ചു നൽകും. അങ്ങനെയാണ് അന്നത്തെ ഒരു ജീവിത രീതി, ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നത്. അങ്ങനെ ഇതേ രൂപത്തിൽ കുട്ടികളെ മുലയൂട്ടി വളർത്തുന്നതിൽ പേര് കേട്ട ഒരു ഗോത്രമായിരുന്നു ബനൂ സഅദിയ എന്ന് പറയുന്ന ബനൂ സഅദ് ഗോത്രം. കുട്ടികളെ ഇണക്കി പോറ്റുന്നതിൽ ഏറ്റവും ഒരു വലിയ കഴിവ് തന്നെ ഈ ബനൂ സഅദിയ ഗോത്രത്തിലെ പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ ആമിന കുട്ടിയെ പ്രസവിച്ചു. തന്റെ കുട്ടിക്ക് മുലയൂട്ടിക്കൊണ്ടിരിക്കുന്നു. സുവൈബത്തുൽ അസ്ലമിയെയും മുഹമ്മദ് എന്ന കുട്ടിക്ക് മുലപ്പാല് കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ ആമിനക്കും ആഗ്രഹമുണ്ട് തന്റെ കുട്ടിയെ ഈ സഅദിയ ഗോത്രത്തിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അങ്ങോട്ട് പറഞ്ഞയക്കണമെന്നത്. അങ്ങനെ ബനൂ സഅദ് ഗോത്രത്തിലെ പെണ്ണുങ്ങൾ, സ്ത്രീകൾ, അവിടുത്തെ ഉമ്മമാർ മക്കളെ ഏറ്റെടുക്കാൻ വരുന്നതും കാത്ത് ആമിന കാത്തിരിക്കുകയാണ്. അങ്ങനെയാണ് ഹലീമത്തു സഅദിയ ആ വീട്ടിലേക്ക്, മക്കയിലേക്ക് കടന്നു വരുന്നത്. ഹലീമത്തു സഅദിയ ബനൂ സഅദ് ഗോത്രക്കാരിയാണ്. ഹലീമത്തു സഅദിയക്ക് 2 മക്കളുണ്ടായിരുന്നു. മക്കളുടെ പേര് ഷൈമ എന്നും അബ്ദുള്ള എന്നുമുള്ള രണ്ട് മക്കളുണ്ടായിരുന്നു എന്നാണ്. ഷൈമ മൂത്ത കുട്ടിയാണ്. ഹലീമയുടെ മുലപ്പാല് കുടിക്കുന്ന അതേ പ്രായത്തിലുള്ള ഒരു കുട്ടിയായിരുന്നു അബ്ദുള്ള എന്ന് പറയുന്ന മറ്റൊരു കുട്ടിയും. ആ ചരിത്രം ഹലീമ തന്നെ സുദീർഘമായി തന്നെ ആ രംഗം ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. ഹലീമ പറയാണ്, ഞങ്ങളിങ്ങനെ ബനൂ സഅദിയ, ഞങ്ങളുടെ ഗോത്രത്തിൽ, ഞങ്ങളുടെ ഗ്രാമത്തിൽ ഞങ്ങളിങ്ങനെ താമസിച്ചു കൊണ്ടിരിക്കുമ്പോ ഞങ്ങളുടെ ഗ്രാമത്തിൽ വലിയ ഒരു പട്ടിണി വന്നു. ശക്തമായ ഒരു വരൾച്ച വന്നു. ഞങ്ങളൊക്കെ വല്ലാതെ പ്രയാസത്തിലായി. ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടാതെയായി. ഞങ്ങളുടെ ആടുകൾക്കും മാടുകൾക്കും ഭക്ഷണം കിട്ടാതെയായി. അവരൊക്കെ ദാഹം കൊണ്ട് പ്രയാസപ്പെടുന്ന ആ ഒരു ഘട്ടം വന്നപ്പോ അവിടുത്തെ പെണ്ണുങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചു, നമുക്ക് മക്കയിലേക്ക് പോകാം, അവിടുത്തെ കുട്ടികളെ ഏറ്റെടുക്കാം. അങ്ങനെ ആ കുട്ടികളുമായി തിരിച്ചു വന്ന് ആ കുട്ടികൾക്ക് മുലയൂട്ടിയാൽ തീർച്ചയായും അവരുടെ രക്ഷിതാക്കൾ, അവരുടെ കുടുംബക്കാർ, അഥവാ ആ കുട്ടിയുടെ കുടുംബക്കാർ നൽകുന്ന ആ ഒരു സമ്മാനമുണ്ടല്ലോ, ആ ഒരു പ്രതിഫലമുണ്ടല്ലോ, അത് നമുക്ക് കിട്ടുമെന്ന ആഗ്രഹത്താൽ എത്രയും വേഗം മക്കയിലേക്ക് പോകണം എന്ന അർത്ഥത്തിൽ അവർ മക്കയിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചു എന്നാണ്. ഇതിപ്പോ ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ബനൂ സഅദിയ ഗോത്രമുണ്ടായിരുന്ന ആ സ്ഥലം രേഖപ്പെടുത്തിയ ഒരു സ്ഥലമാണ് എന്ന് വീഡിയോയിലൊക്കെ നമ്മൾ കാണുകയാണ്. ഇതാണ് ബനൂ സഅദിയ എന്ന ആ ഗ്രാമം. അവർ അന്ന് ജീവിച്ചിരുന്ന ഇന്ന് ആ സ്ഥലം ഇങ്ങനെയാണ് എന്ന് നമ്മൾ അതുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ യൂട്യൂബിലൊക്കെ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഈ ഹലീമത്തു സഅദിയയും കൂട്ടുകാരികളും അവരുടെ കുടുംബക്കാരുമൊക്കെയായി മക്കയിലേക്ക് പുറപ്പെടുകയാണ്. ഹലീമ തന്നെ ആ രംഗം ഇങ്ങനെ വിശദീകരിക്കുകയാണ്. ഞങ്ങളോടൊപ്പം എന്റെ ഭർത്താവ് ഹാരിസയുണ്ടായിരുന്നു. ഹാരിസ എന്നാണ് ഹലീമയുടെ ഭർത്താവിന്റെ പേര്. കൂടെ ഒരു ഒട്ടകവും ഉണ്ടായിരുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് ഒട്ടകത്തെ കുറിച്ച് പറയാൻ കാരണമെന്നറിയോ? ഒട്ടകം ഈ യാത്രയിലെ ഒരു പ്രധാന ഒരു കഥാപാത്രമാണ്. എന്താ കാരണമെന്നറിയോ? ഒട്ടകത്തെ അവർ കൂടെ കൂട്ടിയത് ദാഹിക്കുന്ന സമയത്ത് പാല് കറന്നെടുക്കാൻ വേണ്ടിയാണ്. വിശക്കുന്ന സമയത്ത് മറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ ഒട്ടകത്തിന്റെ പാല് കറന്നെടുക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ അവിടേക്ക് എത്തുന്നതുവരെ ഒട്ടകത്തിൽ നിന്നും ഒരൽപ്പം പോലും പാല് കറന്നെടുക്കാൻ അവർക്ക് സാധിച്ചില്ല. കാരണം ദാഹിച്ചു വലഞ്ഞ വിശന്നൊട്ടിയ ഒട്ടകം എങ്ങനെ പാല് തരും? അതുകൊണ്ട് അത്രത്തോളം പ്രയാസത്തിലായിരുന്നു, വരൾച്ചയിലായിരുന്നു അവർ എന്ന് അവർ പറയുന്നുണ്ട്. മാത്രവുമല്ല, കൂടെ ഒരു കഴുതയുണ്ടായിരുന്നു. ആ
ആ കഴുതയും ഈ യാത്രയിലെ ഒരു കഥാപാത്രമാണ്. എന്റെ കഴുതയെ കുറിച്ച് പറഞ്ഞെന്നറിയോ? ആ കഴുതപ്പുറത്തായിരുന്നു ഇവർ യാത്ര ചെയ്തത്. അവരുടെ മുന്നിലുള്ള കൂട്ടുകാരികളൊക്കെയും അവരുടെ കഴുതപ്പുറത്തും പിന്നെ ഒട്ടകപ്പുറത്തും ഒക്കെയായി യാത്ര ചെയ്യുമ്പോൾ വളരെ മുന്നിലേക്ക് പോകും. ആ സമയത്ത് ഹലീമയുടെ ഒട്ടകം വെള്ളം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെടുന്നത് കൊണ്ട് ക്ഷീണിതയായിക്കൊണ്ട് തന്നെ ഹലീമയുടെ കഴുത വളരെ സാവധാനത്തിലായിരുന്നു പോയിരുന്നത്. അപ്പൊ ആളുകളൊക്കെ മുന്നിൽ പോയവർ വിളിച്ച് ചോദിക്കുന്നതാണ്, എന്തേ ഹലീമ നീ വേഗം വരാത്തത്, നീ എന്തേ താമസിക്കുന്നത്, വേഗം വാ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അവർ വിളിച്ചിരുന്നു എന്ന് ഹലീമ പറയുകയാണ്. ശരി, അവരങ്ങനെ മക്കയിലെത്തി അവർ ഒരു തമ്പടിച്ചു, ടെന്റടിച്ചു. അവരിങ്ങനെ താമസിച്ചു അന്നത്തെ രാത്രിയിൽ. പിറ്റേ ദിവസം പുലർച്ചെ മക്കയിലെ ചെറിയ മക്കളുള്ള ഓരോ വീട്ടിലേക്കും അവർ യാത്രയായി. എല്ലാവരും ആദ്യം ചെന്നത് അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിലേക്കായിരുന്നു. ആമിന പ്രസവിച്ചൊരു കുട്ടിയെ കണ്ട് ആ കുട്ടിയെ ഏറ്റെടുക്കാനായിരുന്നു എല്ലാവരും. മുഹമ്മദ് എന്ന ആ കുട്ടിയെ ഏറ്റെടുക്കുന്നു. പക്ഷെ അപ്പോഴേക്കും ഓരോരുത്തർ ഏറ്റെടുക്കുമ്പോഴേക്കും കൂടെയുള്ള പലരും പറയുന്നുണ്ട്, അത് യത്തീമായ കുട്ടിയാണ്, അതിനെ പോറ്റിയാൽ, അതിന് മുലപ്പാല് കൊടുത്താൽ പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് പ്രതിഫലമല്ലേ ആവശ്യം, അതുകൊണ്ട് ഇന്ന സ്ഥലത്തേക്ക് പോയിക്കോ, അവിടെ ഇന്നയാളുടെ മോനുണ്ട്, ഇന്ന വീട്ടിലൊരു കുട്ടിയുണ്ട് എന്ന് പറഞ്ഞ് ഓരോരുത്തരും മുഹമ്മദ് എന്ന കുട്ടിയെ തിരിച്ചേൽപ്പിച്ച് വീണ്ടും ആമിനയുടെ കയ്യിൽ തിരിച്ചേൽപ്പിച്ച് അവരിങ്ങനെ പോയി എന്നാണ്. അവസാനം ഹലീമയും വന്നു. ഹലീമയും എത്തി. അക്കൂട്ടത്തിൽ അവസാനത്തെ സ്ത്രീയായിരുന്നു ഹലീമ. ഹലീമയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എടുത്തു. പക്ഷേ ഹലീമയുടെയും ആവശ്യം പ്രതിഫലമാണല്ലോ, പൈസയാണല്ലോ. അവസാനം ഹലീമയും മുഹമ്മദ് എന്ന കുട്ടിയെ ആമിനയുടെ കയ്യിൽ തിരിച്ചേൽപ്പിച്ചു. മറ്റുള്ള വീടുകളിലേക്കൊക്കെ പോയി. കൂടെയുള്ള എല്ലാവർക്കും കുട്ടികളെ കിട്ടി. ഹലീമക്ക് മാത്രം കുട്ടിയെ കിട്ടിയില്ല. മുഹമ്മദിനെ മാത്രം ഏറ്റെടുക്കാൻ ആളില്ല. എന്റെ കാരണം വാപ്പയില്ലാത്ത കുട്ടിയാണ്, ആ കുട്ടി യതീമാണ്. വെല്ലിപ്പയുടെ സംരക്ഷണത്തിലാണ് ആ കുട്ടി വളരുന്നത്. ആ വെല്ലിപ്പയാകട്ടെ ധാരാളം പ്രാരാബ്ദങ്ങളുമുണ്ട്, ധാരാളം ബാധ്യതകളുമുണ്ട്. അതുകൊണ്ട് തന്നെ 2 വർഷം കഴിഞ്ഞ് തിരിച്ചേൽപ്പിക്കുമ്പോ പ്രതിഫലം തരുമോ എന്നറിയില്ല. കുട്ടിയെ ഏറ്റെടുക്കുന്ന സമയത്ത് സമ്മാനം കിട്ടുമോ എന്നറിയില്ല. അതുകൊണ്ട് ഹലീമയും ആ കുട്ടിയെ ഏറ്റെടുത്തില്ല. എല്ലാവരും പോയി. രാത്രി തിരിച്ച് ടെന്റിലേക്ക് വന്നു. ആ സമയത്ത് എല്ലാവർക്കും കുട്ടിയെ കിട്ടി. എല്ലാവരുടെ കയ്യിലും കുട്ടിയുണ്ട്. എല്ലാവരും കുട്ടികൾക്ക് മുലപ്പാല് കൊടുക്കുമ്പോ ഹലീമ മാത്രം ഭർത്താവായ ഹാരിസിനോട് പറഞ്ഞു, എനിക്ക് മാത്രം കുട്ടിയെ കിട്ടിയില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ മുഹമ്മദ് എന്ന കുട്ടിയെ ഏറ്റെടുക്കാം, വേറെ ഒന്നുമില്ലല്ലോ എന്നുള്ള അർത്ഥത്തിൽ ഹലീമ ആ യതീമായ മുഹമ്മദ് എന്ന കുട്ടിയെ ഏറ്റെടുക്കാൻ വേണ്ടി അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ പോയി ആ അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിൽ നിന്നും മുഹമ്മദ് എന്ന കുട്ടിയെ ആമിനയുടെ കയ്യിൽ നിന്നും ഹലീമ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ രാത്രി തന്നെ വീട്ടിലേക്ക് തിരിച്ചുപോയി. പിറ്റേ ദിവസം പ്രഭാതം അത്ഭുതം എന്ന് പറയട്ടെ. അതിനു മുമ്പേ രാത്രിയിൽ തന്നെ സംഭവിച്ചൊരു അത്ഭുതം ഹലീമ പറയുന്നുണ്ട്. ഈ കുട്ടിക്ക് ഞാൻ മുലപ്പാല് കൊടുത്തു. ആ കുട്ടിക്ക് മുലപ്പാല് കൊടുക്കുന്നതിന് മുൻപ് എന്റെ കുട്ടിയായ അബ്ദുള്ള പാലിന് വേണ്ടി കരഞ്ഞപ്പോ ആ അബ്ദുള്ളക്ക് ഞാൻ മുലപ്പാല് കൊടുത്തു. പക്ഷേ പാല് കിട്ടാതെ അബ്ദുള്ള കരഞ്ഞു. അങ്ങനെയാണ് മുഹമ്മദ് എന്ന കുട്ടിക്ക് ഞാൻ മുലപ്പാല് കൊടുക്കുന്നത്. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, ആ കുട്ടിയുടെ വിശപ്പ് മാറ്റുവോളം എനിക്ക് പാല് കൊടുക്കാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് അബ്ദുള്ള എന്ന എന്റെ മോൻക്കും ഞാൻ പാല് കൊടുത്തു. സുഖമായി എന്റെ കുട്ടി സുഖമായി കിടന്നുറങ്ങി. വിശപ്പ് മാറിയ കുട്ടി എത്രമാത്രം സുഖമായി കിടന്നുറങ്ങുന്നുവോ അതുപോലെ എന്റെ അബ്ദുള്ള എന്ന കുട്ടിയും സുഖമായി കിടന്നുറങ്ങി. പിറ്റേ ദിവസത്തിന്റെ പ്രഭാതം അത്ഭുതമായി ഹലീമ പറയുകയാണ്, ഒട്ടകത്തെ കറക്കാൻ ചെന്ന ഹാരിസ എന്ന ഭർത്താവ് കണ്ട അത്ഭുതം. ഒട്ടകത്തിന്റെ അകിട് നിറഞ്ഞിരിക്കുന്നു, പാല് ധാരാളം കിട്ടുന്നു, അത് കുടിക്കുന്നു. അവസാനം അവർ തിരിച്ചു പോവുകയാണ്. വന്നതിന്റെ നേരെ ഓപ്പോസിറ്റാണ്. എല്ലാവരും ബാക്കിലായി. ഹലീമയുടെ കഴുത മുന്നിലേക്ക് പോവുകയാണ്. ഹലീമയുടെ ഒട്ടകം മുന്നിൽ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയും കുടുംബവും നാട്ടിലേക്ക് മടങ്ങുകയാണ്. അവസാനം ഹലീമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൊണ്ട് വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പോ അവിടെയും അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. അത്ഭുതങ്ങൾക്ക് പുറകെ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. എന്താണ് അത്ഭുതമെന്നറിയോ? അവിടെ വരൾച്ചയായിരുന്നു. അവിടുത്തെ ആടുകൾക്ക് ഭക്ഷണം കിട്ടിയിരുന്നില്ല, വെള്ളം കിട്ടിയിരുന്നില്ല. പക്ഷെ അവിടെ ചെന്നപ്പോഴേക്കും ഹലീമയുടെ വീട്ടിലെ ആടുകളെല്ലാം
പുറത്തേക്ക് പോയി തിരിച്ചു വരുന്നത് ധാരാളം പുല്ല് തിന്നുകൊണ്ടായിരുന്നു, ഭക്ഷണം കഴിച്ചുകൊണ്ടാണ്. അവിടുത്തെ അവിടുത്തെ കുളങ്ങളും തോടുകളുമെല്ലാം വെള്ളം കൊണ്ട് സമൃദ്ധമായി, അവിടുത്തെ പുല്ലുകളെല്ലാം പച്ചപ്പുള്ളതായി. എല്ലാവർക്കും അത്ഭുതമായി ഈ കുട്ടിയെ അനുഭവപ്പെടുകയാണ്. അവസാനം 2 വർഷക്കാലം ഹലീമ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുലയൂട്ടുകയാണ്. അങ്ങനെ 2 വർഷക്കാലം ഹലീമയുടെ വീട്ടിൽ നല്ല സമൃദ്ധിയായി, സന്തോഷത്തോടുകൂടെ ആ നാട്ടിലും ഗ്രാമത്തിലുമൊക്കെ സന്തോഷമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറുകയാണ്. അവസാനം ഹലീമയെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഉമ്മയായ ആമിനക്ക് തിരിച്ചേൽപ്പിക്കാൻ മക്കയിലേക്ക് പോവുകയാണ് ഹലീമ. 2 വർഷത്തിന് ശേഷം, മുലയൂട്ടി കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷം തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി മക്കയിലേക്ക് യാത്രയായി. ഇഷ്ടമില്ല തിരിച്ചു കൊടുക്കാൻ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഹലീമയോട് വല്ലാത്ത അടുപ്പമായിരുന്നു. അങ്ങനെ ഏതായിരുന്നാലും അവർ തമ്മിലുള്ള കരാർ അങ്ങനെയാണല്ലോ, 2 വർഷം കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കണമെന്ന്. അങ്ങനെ തിരിച്ചു കൊടുത്തു. പക്ഷേ ഹലീമക്ക് വീട്ടിൽ നിന്ന് പോരാൻ തോന്നുന്നില്ല എന്നാണ്. അവർ പറഞ്ഞു ആമിനയോട്, കുറച്ചുകൂടെ ഞാൻ വീട്ടിൽ നിർത്തട്ടെ. ആമിന സമ്മതിച്ചില്ല. നിർബന്ധത്തിനൊടുവിൽ അവസാനം ആമിന സമ്മതിച്ചു എന്നാണ്. കുറച്ചു കാലം കൂടെ തന്നോടൊപ്പം വിടണമെന്ന് ആമിനയോട് അനുവാദം തേടി വീണ്ടും ബനൂ സഅദ് ഗോത്രത്തിലേക്ക് ആ ആമിനയുടെ പുത്രനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൊണ്ട് ഈ ഹലീമ ആ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെ വീണ്ടും സന്തോഷത്തോടുകൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലീമയുടെ വീട്ടിൽ സന്തോഷത്തോടുകൂടെ കഴിയുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്പത്തിൽ നടന്ന അത്ഭുതകരമായ ഒരു സംഭവം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചു പിളർത്തിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 4 വയസ്സ് പ്രായമുള്ള സമയത്താണ്. അത് ഹലീമയുടെ വീട്ടിൽ വെച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹലീമയുടെ കുട്ടികളുമൊക്കെയായി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഷൈബ എന്ന മൂത്ത കുട്ടിയുണ്ട്, അതേപോലെ തന്നെ അബ്ദുള്ള എന്ന പ്രവാചകന്റെ സമപ്രായക്കാരനായ ഒരു കുട്ടിയുണ്ട്. അവരൊക്കെയും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നടന്ന ഒരു അത്ഭുതകരമായ ഒരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചു പിളർത്തി ഹൃദയം പുറത്തെടുത്ത് അതിൽ നിന്നും പൈശാചികത നീക്കം ചെയ്ത് സംസം കൊണ്ട് കഴുകി ശുദ്ധിയാക്കി ആ ഹൃദയം അവിടെ തന്നെ വെച്ച് തുന്നിച്ചേർത്ത അത്ഭുതകരമായ ഒരു സംഭവത്തെക്കുറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ആ സംഭവം നമുക്ക് കാണാൻ കഴിയും. ഹലീമ തന്നെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ആ കാര്യം ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. ഹലീമയുടെ വീട്ടിൽ വെച്ചാണ് ആ സംഭവം നടന്നത്. അങ്ങനെ കുട്ടികളുമായി കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടെ ഇതാ അന്ന ജിബ്രീല അത്താഹു വഹുവ യൽഅബു മഅൽ ഗിൽമാൻ, ഹലീമയുടെ മക്കളോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കളിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭം അവിടേക്കതാ ജിബ്രീൽ കടന്നു വരികയാണ്. ഫഅഖദഹു ഫസറഅഹു, എന്നിട്ട് റസൂലുള്ളാഹിനെ പിടിക്കുകയാണ്. റസൂലുള്ളാഹിനെ നിലത്ത് കിടത്തി. ഫശഖ അൻ ഖൽബിഹി ഫസ്തഖറജൽ ഖൽബ, കിടത്തിയതിനു ശേഷം റസൂലുള്ളാഹിന്റെ നെഞ്ച് കീറി, റസൂലുള്ളാഹിന്റെ നെഞ്ച് പിളർത്തി. അതിൽ നിന്നും ഫസ്തഖറജൽ ഖൽബ, അതിൽ നിന്നും ഹൃദയം പുറത്തേക്കെടുത്തു. ഫസ്തഖറജ മിൻഹു അലക, അതിൽ നിന്നും ചെറിയ ഒരു കഷ്ണം പുറത്തേക്കെടുക്കുകയാണ്, ഒരു ചെറിയ ഭാഗം പുറത്തേക്കെടുക്കുകയാണ്. ഫഖാല, എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഹാദാ ഹല്ലു ശൈത്വാനി മിൻക, ഇതാണ് നിന്നിൽ നിന്നുള്ള ശൈത്വാന്റെ പങ്ക്, ഇത് ശൈത്വാന്റെ പങ്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു മാംസകഷ്ണം, ആ ഒരു കഷ്ണം പുറത്തേക്കെടുത്തു എന്നതാണ്. സുമ്മ ഗസലഹു ഫീ തസ്തിൻ മിൻ ദഹബിൻ ബിമാഇ സംസം, പിന്നീട് സംസം വെള്ളം കൊണ്ട് ആ കഷ്ണത്തെ കഴുകി ശുദ്ധിയാക്കുകയാണ്. സുമ്മ ലഅമഹു സുമ്മ അആദഹു ഫീ മക്കാനിഹി, എന്നിട്ട് അവിടെ തുന്നിച്ചേർത്തു, അതിന്റെ അകത്ത് വെച്ചു, അതേ സ്ഥാനത്ത് വെച്ചു, എന്നിട്ട് തുന്നിച്ചേർത്തു എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രംഗം ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ കണ്ടിക്കാണ്. റസൂലുള്ളാഹിന്റെ 2 ആളുകൾ വരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം വേറെയും ഒരാളുണ്ടായിരുന്നു എന്ന് ചില റിപ്പോർട്ടിൽ കാണുന്നു. അങ്ങനെ 2 ആൾ ഓടി വരുന്നു. ആ ആള് നബിയെ പിടിച്ച് കിടത്തുന്നു, എന്നിട്ട് നെഞ്ചു കീറുന്നു. ഈ സംഭവങ്ങളൊക്കെ ആ കുട്ടികൾ സാക്ഷിയാവാണ്. ഈ കുട്ടികൾ ഓടിച്ചെന്ന് പിന്നെ ഹലീമയോട് പറഞ്ഞതാണ്, ഇന്ന മുഹമ്മദൻ ഖദ് ഖുത്തില, മുഹമ്മദ് മരിച്ചു, മുഹമ്മദ് കൊല്ലപ്പെട്ടു, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഹലീമയോട് അവർ ഓടി വന്ന് പറയുകയാണ്. ഈ സംഭവത്തോടെ ഹലീമക്ക് പേടിയായി. ഹലീമയും ഭർത്താവായ ഹാരിസും ഓടി വന്നു. അപ്പൊ റസൂൽ ഇങ്ങനെ കിടക്കാണ്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖമൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്, കളറൊക്കെ എന്ന് ചില റിപ്പോർട്ടിൽ കാണുന്നു. ഏതായിരുന്നാലും ഹലീമക്ക് പേടിയായി. 4 വർഷക്കാലമായി തന്റെ വീട്ടിൽ യാതൊരു പ്രയാസവും വരുത്താതെ, യാതൊരു അപകടവുമില്ലാതെ ഈ കുട്ടിയെ പൊന്നുപോലെ നോക്കുകയാണ്. ഉമ്മയായ ആമിനക്കും വല്ലിപ്പയായ അബ്ദുൽ മുത്തലിബിനും ഞാൻ കൊടുത്തിട്ടുള്ള വാക്ക്, ഈ കുട്ടിയെ യാതൊരു കേടുമില്ലാതെ അപകടവുമില്ലാതെ തിരിച്ചേൽപ്പിക്കാം എന്നതാണ്. അതുകൊണ്ട് ഇനി ഈ കുട്ടി ഇവിടെ നിൽക്കാൻ പാടില്ല, ഇനി ഈ കുട്ടി എത്രയും വേഗം അവിടേക്ക് തിരിച്ചെത്തിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഹലീമ അങ്ങോട്ട് പോവുകയാണ്, മക്കയിലേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെ തിരിച്ചുപോയി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയായ ആമിനയുടെ കയ്യിൽ മുഹമ്മദിനെ 4-ാമത്തെ വയസ്സിൽ തിരിച്ചേൽപ്പിക്കുകയാണ്. അങ്ങനെ 4-ാമത്തെ വയസ്സ് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരുന്നത് മക്കയിലാണ്. ആ കൊണ്ടുപോകുന്ന രംഗവും ചരിത്രത്തിൽ കാണാൻ കഴിയും. അവിടെ ചെന്നപ്പോ ഹലീമ ആമിനയോട് സംഭവങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് പേടിയായി എന്നൊക്കെ പറഞ്ഞപ്പോ ആമിന പറഞ്ഞു എന്നാണ്, എനിക്കും അവനെ എന്റെ കുട്ടിയെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്തും പ്രസവിക്കുന്ന സമയത്തൊക്കെ എനിക്കും വല്ലാത്ത അത്ഭുതങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ട്, അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ ആ രംഗമൊക്കെ, ഒരിക്കലും ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് ഒരു ഗർഭിണിയുടെ യാതൊരു പ്രയാസവും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. മാത്രവുമല്ല, പ്രസവിക്കുന്നതിന് മുമ്പേ ഹലീമ കണ്ട ഒരു സ്വപ്നം ഉണ്ടല്ലോ, ആമിന കണ്ട ഒരു സ്വപ്നം ഉണ്ടല്ലോ, ആമിനയുടെ ശരീരത്തിൽ നിന്നും ഒരു പ്രത്യേകമായ വെളിച്ചം ഷാമിലേക്ക് പുറപ്പെടുകയും ആ ഒരു സ്വപ്നമൊക്കെ ഹലീമയോട് ആമിന വിവരിക്കുകയാണ്. ഏതായിരുന്നാലും അത്ഭുത ബാലനാണ് ഈ കുട്ടിയെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ഈ കുട്ടിയെ അഥവാ മുഹമ്മദ് എന്ന കുട്ടിയെ അവിടെ തിരിച്ചേൽപ്പിച്ച് ഹലീമ തിരിച്ച് തന്റെ ഗോത്രത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വളരുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ നെഞ്ച് കീറിയ സംഭവത്തെ കുറിച്ച് പിന്നീട് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വഖദ് കുന്തു അറാ അസറ ദാലികൽ മിഖയത്തി ഫീ സദരിഹി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വർഷങ്ങൾക്ക് ശേഷം മദീനയിൽ വെച്ച് ഞങ്ങൾ കണ്ടപ്പോ, ഏകദേശം 50 വർഷം കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ മദീനയിൽ വെച്ച് കാണുമ്പോ, 50 വർഷത്തിന് ശേഷം മദീനയിൽ വെച്ച് കണ്ടപ്പോഴും ആ പ്രവാചകന്റെ ആ പാട്, ആ നെഞ്ച് കീറിയ ആ പാടുണ്ടല്ലോ, അത് റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നുവെന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മരണം വരെ, റസൂലുള്ളാഹിന്റെ മരണം വരെ ആ പാട് അവിടെ ഉണ്ടായിരുന്നു എന്നതാണ്. പിന്നീട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വളരുന്നത് മക്കയിലാണ്. ആ മക്കയിൽ എല്ലാ രൂപത്തിലും പ്രയാസങ്ങൾ നിറഞ്ഞ, അന്ധകാരങ്ങൾ നിറഞ്ഞ ജാഹിലിയ കാലഘട്ടമായ ആ മക്കയുടെ അന്തരീക്ഷത്തിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോ അവിടെ ഏറ്റവും നല്ല പ്രകാശം നിറക്കാൻ, ഏറ്റവും നല്ല വെളിച്ചം കൊണ്ടുവരാൻ, എല്ലാവർക്കും ഹിദായത്തിന്റെ സന്ദേശം നൽകാനായി അള്ളാഹു നിയോഗിക്കാനുള്ള ഒരു പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നുകൂടെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. കാലങ്ങൾക്ക് ശേഷം ഹലീമയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്ന ഒരു രംഗമുണ്ട്. കാലങ്ങൾക്ക് ശേഷം, ഏകദേശം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഹലീമയെ കാണുകയാണ്. ഹുനൈൻ യുദ്ധത്തിന്റെ അവസരത്തിൽ ബനൂ സഅദ് ഗോത്രത്തെ മുസ്ലിമീങ്ങൾ കീഴടക്കിയ സന്ദർഭത്തിൽ അവിടത്തെ ഒരു പെൺകുട്ടി വന്നു എന്നാണ്. മുഹമ്മദ് നബിയും അനുയായികളും ഒക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി വന്നു എന്നാണ്. എന്നിട്ട് ആ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ നേതാവിനെ കാണണം, എനിക്ക് നിങ്ങളുടെ നേതാവിനെ കാണണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ പെൺകുട്ടി പോയി കണ്ടു. എന്നിട്ട് പറഞ്ഞു, എന്നെ മനസ്സിലായോ, എന്നെ തിരിച്ചറിഞ്ഞോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് മനസ്സിലായിട്ടില്ല, ഞാൻ ഷൈമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ മനസ്സിൽ ആ മുഖം ഓർമ്മ വരുന്നില്ല, ചെറുപ്പത്തിൽ കണ്ടതല്ലേ, നീ ഷൈമയാണെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കുമെന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകനോട് ഷൈമ പറയുന്നുണ്ട്, ചെറുപ്പത്തിൽ കളിച്ച സന്ദർഭത്തിൽ താങ്കൾ എന്റെ പുറകിൽ കടിച്ചൊരു പാട്, താങ്കൾ എന്നെ കടിച്ചൊരു പാട് ഇപ്പോഴും എന്റെ പുറത്തുണ്ട് എന്ന് ഷൈമ അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രംഗം ഓർക്കുകയും എവിടെ ഉമ്മയെന്ന് ചോദിക്കുകയും ഹലീമയെ കൂട്ടിക്കൊണ്ടുവരികയും ഹലീമയെ ചേർത്ത് പിടിക്കുകയും ഹലീമയുമായി ഒരുപാട് സംസാരിക്കുകയും ചെയ്യുന്ന രംഗം ഹദീസിന്റെ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഏതായിരുന്നാലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ സന്തോഷത്തോടുകൂടെ ആ 4-ാമത്തെ വയസ്സ് മുതൽ വളർന്നു വരികയാണ്. അതിനിടയിൽ 4-ാമത്തെ വയസ്സ് മുതൽ ഏകദേശം 8-ാമത്തെ വയസ്സ് വരെയുള്ള ആ കാലഘട്ടത്തിൽ നടക്കുന്ന
ഒരുപാട് സംഭവങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് ആമിനയുമായി തന്റെ ഉമ്മയുമായി ഒരു മദീന യാത്ര നടത്തുന്നുണ്ട് റസൂലുള്ളാന്റെ 6ാമത്തെ വയസ്സിൽ. ആ സമയത്താണ് ആമിന മരണപ്പെടുന്നത്. അവിടുന്ന് തിരിച്ച് അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണത്തിലും 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും അബൂ ത്വാലിബിന്റെ മരണവും അബ്ദുൽ മുത്തലിബിന്റെ മരണവും അതിനുശേഷം അബൂ ത്വാലിബിന്റെ സംരക്ഷണവുമൊക്കെ, അതിനിടയിൽ നടക്കുന്ന അത്ഭുതകരമായ വേറെ സംഭവങ്ങളുമൊക്കെ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട്. തീർച്ചയായും ഇതൊക്കെ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ എല്ലാ ക്ലാസിന്റെയും അവസാനത്തിൽ പറയുന്നത് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. തീർച്ചയായും നമ്മൾ ഈ കേൾക്കുന്നതും നമ്മൾ ഈ പറയുന്നതും നമ്മുടെ ജീവനേക്കാൾ ഇഷ്ടപ്പെടേണ്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ്. ആ പ്രവാചകനെ കുറിച്ചാണ് നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ പ്രവാചകന്റെ ജനനം, ആ പ്രവാചകന്റെ 4ാമത്തെ വയസ്സ്, ആ പ്രവാചകന്റെ 2ാമത്തെ വയസ്സ്, ആ പ്രവാചകന്റെ 8ാമത്തെ വയസ്സ്, ആ പ്രവാചകന്റെ 12ാമത്തെ വയസ്സ്, 12 മുതൽ 25 വയസ്സ് വരെയുള്ള പ്രത്യേകമായ ഒരു കാലഘട്ടം, 25 മുതൽ 40 വരെയുള്ള മറ്റൊരു കാലഘട്ടം, 40 മുതൽ 53 വരെയുള്ള വേറൊരു കാലഘട്ടം, 53 മുതൽ 63 വരെയുള്ള 10 വർഷക്കാലത്തെ വേറൊരു കാലഘട്ടം. ഇതൊക്കെയും ഒരു ചിത്രം കാണുന്ന രൂപത്തിൽ നമ്മുടെ മുന്നിൽ ചരിത്ര ഗ്രന്ഥങ്ങളിലായി, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലായി വളരെ കൃത്യമായി വരച്ചു കാണിച്ചിരിക്കുകയാണ്. തീർച്ചയായും നമ്മളത് മനസ്സിലാക്കുമ്പോ, വായിക്കുമ്പോ, കേൾക്കുമ്പോ, പറയുമ്പോ നമ്മുടെ മനസ്സിലേക്ക് ആ പ്രവാചകൻ കടന്നു വരണം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം മുൻപുള്ളതിനേക്കാൾ ഒന്നുകൂടെ പ്രിയപ്പെട്ടതാകണം മുഹമ്മദ് നബി നമ്മുടെ മനസ്സിൽ. അങ്ങനെ മുഹമ്മദ് നബിയെ കുറിച്ച് കേൾക്കാനും അറിയാനും പറയാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ സന്തോഷിക്കുന്നവരിൽ അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ തലമുറകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരുപാട് തിന്മകൾ, തെറ്റുകുറ്റങ്ങൾ, അബദ്ധങ്ങൾ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാർ, ഞങ്ങളുടെയൊക്കെ പലരുടെയും ഉമ്മമാർ, ഉപ്പമാർ, നാഥ അവർക്ക് നീ സ്വർഗം നൽകണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, രോഗം കൊണ്ടും പ്രായം കൊണ്ടും പ്രയാസപ്പെടുന്നവർ, എല്ലാ അർത്ഥത്തിലും നീ അവർക്ക് സമാധാനം നൽകണേ റഹ്മാനെ. പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, എൻ്റെ ഒരു മാമയാണ് ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീഴുകയും അങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്ത ആ ഒരു സംഭവം നിങ്ങളോട് മുൻപ് ഞാൻ പറഞ്ഞിരുന്നു. ഏതാനും സമയത്തിന് മുൻപേ, മഗ്രിബിന്റെ മുൻപേ അദ്ദേഹം മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.